നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. എല്ലാ വിഷയങ്ങളും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കും. ലീഗുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ ഇപ്പോൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ലീഗിനെയും കോൺഗ്രസിനെയും ആരും തെറ്റിക്കാൻ നോക്കേണ്ടെന്നും ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. മുസ്ലിം ലീഗിന് സീറ്റുകൾ ചോദിക്കാനുള്ള അവകാശം, ആ സീറ്റുകൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. NSSനെ SNDPയുമായി തെറ്റിച്ചത് ലീഗാണ് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോടായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അത് അവര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞുവെങ്കിൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ അത് ഏറ്റുപിടിക്കുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു കാണും. അത് വ്യക്തിപരമായി സ്വാതന്ത്ര്യമുള്ള ആളുകളാണ്. അതിനെ ശ്രീ വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചു, അതുപോലെ സുകുമാരൻ നായർ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചു എന്നുള്ളതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിന് മറുപടി പറയുവാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ സാമുദായിക നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയില്ല. അല്ല, ഞാൻ വ്യക്തിപരമായി ഒരാളിനെ കുറിച്ച് അല്ലെങ്കിൽ സതീഷിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ UDF കൺവീനർ എന്നുള്ള നിലയിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സമ്മർദ്ദം ചെലുത്തി ആരെയും UDFിലേക്ക് കൊണ്ടുവരില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന കേരള കോൺഗ്രസ് M നേതാക്കളുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അവരുടെ പേര് പറയാൻ അടൂർ പ്രകാശ് തയ്യാറായില്ല. ആർക്കെങ്കിലും UDFിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ വരട്ടെ. അതല്ലാതെ കണ്ട് അവരുടെ പിന്നാലെ പോയി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾ ആരും ഉണ്ടാകില്ല. അല്ല, കേരള കോൺഗ്രസ് മുന്നണി പ്രവേശം എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഒരു അടഞ്ഞ അധ്യായമാക്കി മാറ്റിയിരിക്കുന്നു. എങ്കിലും അതിലുള്ള ഒരു വിഭാഗം ആളുകൾ UDFിലേക്ക് വരണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി പല ഘട്ടത്തിലും ഞങ്ങളെയൊക്കെ ബന്ധപ്പെടാറുള്ള പല ആളുകളുമുണ്ട്. അല്ല, ഞാൻ വിസ്മയത്തിൻ്റെ ആളൊന്നുമല്ല. അങ്ങനെ ഈ അടുത്ത സംപ്രേഷണം വരുന്ന അടുത്ത വിസ്മയം വരാൻ പോകുന്നു എന്ന് നിങ്ങൾ ദയവായി പറയാൻ പാടില്ല. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന് UDF കൺവീനർ നൽകിയ ഉത്തരം ഇങ്ങനെ: ഒരാളെ ഒറ്റയാളെ ഉണ്ടാകത്തുള്ളൂ. അതിനൊരു തെറ്റിദ്ധാരണയും വേണ്ട. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെയല്ല തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് AICC തലത്തിൽ അതിൻ്റെ തീരുമാനങ്ങളുണ്ടാകും. ഒരേ ഒരു മുഖ്യമന്ത്രിയായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണെന്നും 10 വർഷത്തിനിടെ കേരളത്തിൽ ഒരു വൻകിട പദ്ധതി പോലും LDF ഗവൺമെന്റ് കൊണ്ടുവന്നില്ലെന്നും അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തി. അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ.